ചാനൽ ചർച്ചയ്ക്കിടെ വിദ്വേഷ പരാമർശം. പി.സി. ജോർജിനെതിരെ കേസ്. മുസ്ലിങ്ങൾക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തിയ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെതിരെ കേസെടുത്തു. യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത്. ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം എന്നിവയ്ക്കാണ് കേസ്. വിവാദമായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പി.സി. ജോർജ് മാപ്പ് പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നുവെന്നായിരുന്നു വിവാദ പരാമർശം. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ജോർജ് ചർച്ചയിൽ പറഞ്ഞു. പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ.ടി. ജലീൽ, എസ്.ഡി.പി.ഐ, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് ബി.ജെ.പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും പി.സി. ജോർജ് ചർച്ചയിൽ ആരോപിച്ചു. തുടർന്ന് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീഡിയോ സഹിതമാണ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി, വെൽഫെയർ പാർട്ടി, എസ്.ഡി.പി.ഐ, പി.ഡി.പി തുടങ്ങിയ സംഘടനകൾ പരാതി നൽകിയത്. 7ഓളം പരാതികളാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തത്. പി.സി. ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദിയും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യയിലില്ല. ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. തുണി പൊക്കി നോക്കി മുസ്ലിം അല്ലെന്ന് കണ്ടാൽ കൊല്ലുന്നതാണ് അവരുടെ രീതി. ഇതാണ് പി.സി. ജോർജിന്റെ അവസാന കുറ്റാരോപണം. 2060ഓടെ ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള പദ്ധതി മുസ്ലിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും മുസ്ലിം സ്ത്രീകൾ കൂടുതൽ പ്രസവിച്ച് ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പോലുള്ള ആരോപണങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഉയർത്തിയത്. സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഇത്തരം പ്രതികരണങ്ങൾ പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്ന് എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും ഇതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ പോലീസ് തയ്യാറല്ല. ചെറിയ കാരണമുണ്ടായാൽ പോലും സാധാരണക്കാരെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന ആഭ്യന്തര വകുപ്പാണ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. അവസാന സംഭവത്തിൽ അദ്ദേഹം ക്ഷമ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മുഖവിലയ്ക്കെടുക്കേണ്ടതില്ല. അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് പ്രധാനം. അത് മാതൃകാപരവുമാകണം. സമുദായങ്ങൾക്കിടയിൽ ിലുള്ള സൗഹാർദ്ദം നിലനിർത്തുന്നതിനും അത് അത്യാവശ്യമാണെന്നും കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദി പറഞ്ഞു.